ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് രാധാകൃഷ്ണ വിഖേ പാട്ടീൽ കോൺഗ്രസ് വിട്ടു. രാധാകൃഷ്ണ വിഖേ പാട്ടീലാണ് പാർട്ടി വിട്ടത്. ഇദ്ദേഹം ബിജെപിയിൽ ചേരുമെന്നാണ് സൂചന. കോൺഗ്രസിനെ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് രാധാകൃഷ്ണ വിഖേ പാട്ടീൽ കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. ഷിർദി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാധാകൃഷ്ണ വിഖേ പാട്ടീൽ രാജിക്കത്ത് നേതൃത്വത്തിന് ഇതിനോടകം കൈമാറിക്കഴിഞ്ഞു. രാധാകൃഷ്ണ വിഖേ പാട്ടീൽ ബിജെപിയിലേക്ക് പോകുന്നതിനുള്ള ചർച്ചകളും നിലവിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിഖേ പാട്ടീലിന്റെ മകൻ സുജയ് ബിജെപിയിൽ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഖേ പാട്ടീലും കോൺഗ്രസ് വിടുന്നത്. കരുത്തനായ മറാത്ത നേതാവായ രാധാകൃഷ്ണ വിഖേ പാട്ടീൽ പാർട്ടി വിടുന്നത് കോൺഗ്രസിന് കനത്ത പ്രഹരം കൂടിയാണ്. കോൺഗ്രസ് വിട്ട ഇദ്ദേഹത്തിന്റെ മകനെ ബിജെപിയിലേക്ക് ഇതിനോടകം സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ വ്യക്തമായി ധരിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് എൻസിപി ചർച്ചയെ തുടർന്ന് രാധാകൃഷ്ണ വിഖേ പാട്ടീലിന്റെ മകൻ മത്സരിക്കാനിരുന്ന സീറ്റ് എൻസിപി ഏറ്റെടുത്തതാണ് സുജയ് കോൺഗ്രസ് വിടാൻ കാരണമായത്. മകന് പിന്നാലെ ബിജെപി പാളയത്തിലേക്ക് ചേക്കേറി സീറ്റ് ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലുമാണ് രാധാകൃഷ്ണ വിഖേ പാട്ടീൽ. ഏതായാലും ബിജെപിയുടെ റിക്രൂട്ടിംഗ് സെല്ലായി കോൺഗ്രസ് മാറുന്നതിന് തെളിവുകളാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്. വടകര കോലി സഖ്യത്തിലേക്ക് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് പിന്തുണയുമായി ബിജെപി യുവമോർച്ച നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വടകരയിൽ മുരളിയെങ്കിൽ വട്ടിയൂർക്കാവിൽ ബിജെപി എന്ന് ബിജെപി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ അനീഷ് കുമാർ. മുരളീധരൻ മികച്ച സ്ഥാനാർത്ഥിയെന്ന് കോഴിക്കോട്ടെ യുവമോർച്ച നേതാവ് കെ ജിതിൻ. വടകരയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി പി ജയരാജൻ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നേറിയതോടെയാണ് മറുഭാഗത്ത് കോലി സഖ്യത്തിന് സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് ആശംസകളുമായി ബിജെപി യുവമോർച്ച നേതാക്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകളിട്ടു. വടകരയിൽ മുരളിയെങ്കിൽ വട്ടിയൂർക്കാവിൽ ബിജെപി എന്നായിരുന്നു ബിജെപി തൃശൂർ ജില്ലാ സെക്രട്ടറി അനീഷ് കുമാറിന്റെ പോസ്റ്റ്. അതോടൊപ്പം മുരളീധരൻ മികച്ച സ്ഥാനാർത്ഥിയെന്നാണ് കോഴിക്കോട്ടെ യുവമോർച്ച നേതാവായ ജിതിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വടകരയിൽ മുരളീധരനെ സഹായിച്ചാൽ വട്ടിയൂർക്കാവിൽ ബിജെപിക്ക് വോട്ട് മറിച്ചു നൽകാം എന്ന് ധാരണയായതായാണ് സൂചന. ഇതിന്റെ ഭാഗമായാണ് മുരളീധരൻ ആശംസകളുമായി ബിജെപി യുവമോർച്ച നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. വടകരയിൽ ദുർബല സ്ഥാനാർത്ഥിയായിരിക്കും ബിജെപി രംഗത്തിറക്കുകയെന്നും സൂചനയുണ്ട്. 1991 വടകരയായിരുന്നു കോലി സഖ്യത്തിന്റെ ആദ്യ പരീക്ഷണശാല. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എൽഡിഎഫ് സ്ഥാനാർത്ഥിയോട് കോലി സഖ്യ സ്ഥാനാർത്ഥി 8 നിലയിൽ പൊട്ടി. വർഷങ്ങൾക്കിപ്പുറം അതേ പരീക്ഷണം ആവർത്തിക്കപ്പെടുമ്പോൾ വടകരയിലെ പ്രബുദ്ധരായ ജനത ഈ സഖ്യത്തെ തള്ളിക്കളയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. കോഴിക്കോട് നിന്നും PV കുട്ടൻ. കെ മുരളീധരന് വടകരയിൽ അനായാസം ജയിക്കാൻ കഴിയുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കെ മുരളീധരൻ വന്നാൽ തീർച്ചയായിട്ടും നല്ല ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് അവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശ എനിക്കുണ്ട്. മാത്രവുമല്ല, ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഉണ്ട്. മുരളീധരനാണെങ്കിൽ അനായാസേന ജയിച്ചു വരാൻ സാധിക്കും എന്ന കാര്യത്തിന് എനിക്ക് അശേഷം സംശയമില്ല. കെ മുരളീധരന്റെ പേര് ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ചോ? കെ മുരളീധരൻ സമ്മതിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കപ്പെടണം എന്ന കാര്യം അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ വയ്ക്കും. എംഎൽഎമാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കെ മുരളീധരന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. CPM എംഎൽഎമാരെ സ്ഥാനാർത്ഥിയാക്കിയതിനെ കെ മുരളീധരൻ വിമർശിച്ചിരുന്നു. ഇപ്പോൾ MLA ആയ കെ മുരളീധരൻ തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കെ മുരളീധരന്റെ പഴയ പ്രസംഗത്തിൽ നിന്ന് തന്നെ പല മണ്ഡലത്തിലും പേര് കേൾക്കുന്നുണ്ട്, ഉയർന്നു കേൾക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? അല്ല, അത് നിയമസഭാ അംഗങ്ങൾ മത്സരിക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലുള്ള തീരുമാനമാണ് MLAമാർ മത്സരിക്കേണ്ട. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ട ഫീൽഡുകൾ ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൽ പ്രചരണത്തിന്റെ ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വർക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ പട്ടിക 2 ദിവസം കൊണ്ട് പുറത്തു വരും. അതോടെ ഊഹാപോഹങ്ങളൊക്കെ അവസാനിച്ച് യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ 20 സീറ്റിൽ 6 MLAമാര്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് 6 സീറ്റിൽ ആളെ കിട്ടാനില്ലേ? അപ്പൊ സ്ഥാനാർത്ഥി ക്ഷാമം, പ്രചരണത്തിന് വാക്കുകൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്ക സീറ്റുകൾ പരിഹരിക്കുമ്പോൾ ഐ ഗ്രൂപ്പിനെ വെട്ടിനിരത്തി എ ഗ്രൂപ്പ്. ചെന്നിത്തലയെ മറികടന്ന് മുരളീധരന് സീറ്റ് ഉറപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ തന്ത്രം. ബെന്നി ബെഹ്നാനൊപ്പം T സിദ്ദിഖിനെ വയനാട് ഉറപ്പിച്ച് ഉമ്മൻചാണ്ടി മേൽക്കൈ നേടുന്നു. ചെന്നിത്തലയെ അപ്രസക്തനാക്കി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ സംസ്ഥാന കോൺഗ്രസിന്റെ ചുക്കാൻ ഉമ്മൻചാണ്ടിയിലേക്ക് മാത്രമായി ഒതുങ്ങി. ഐ ഗ്രൂപ്പിനെയും ചെന്നിത്തലയെയും അപ്രസക്തനാക്കിയാണ്
സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായത്. തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ബെന്നി ബെഹന്നാനെ ചാലക്കുടിയിലും ടി സിദ്ദീഖിനെ വയനാടും ഡീൻ കുര്യാക്കോസിനെ ഇടുക്കിയിലും സ്ഥാനാർത്ഥിയാക്കിയതിനു പുറമെ ഐ ഗ്രൂപ്പിലെ കെ മുരളീധരനെ എ ഗ്രൂപ്പിന്റെ ഭാഗമാക്കി വടകരയിലെത്തിക്കാനും ഉമ്മൻചാണ്ടിക്കായി. സ്വന്തം ഗ്രൂപ്പ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാവാതെ നോക്കി നിൽക്കാൻ മാത്രമാണ് ചെന്നിത്തലയ്ക്കായത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുമ്പ് ചെന്നിത്തല നിരാശയോടെ ഡൽഹി വിടേണ്ടി വന്നപ്പോഴും കരുക്കൾ നീക്കി ഉമ്മൻചാണ്ടി ഡൽഹിയിലുണ്ടായിരുന്നു. എ ഗ്രൂപ്പിലെ നേതാക്കളെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ നേരിടാൻ തന്ത്രം മെനഞ്ഞ ചെന്നിത്തലക്കേറ്റ കനത്ത തിരിച്ചടിയാണ് മുരളിയുടെ മലക്കം മറിച്ചിൽ. കോൺഗ്രസ് പുനഃസംഘടനാ ഘട്ടത്തിൽ എ ഗ്രൂപ്പ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ച ബെന്നി ബെഹന്നാനെ UDF കൺവീനറാക്കാൻ ചരട് വലിച്ചത് ചെന്നിത്തലയായിരുന്നു. മുരളിയെയായിരുന്നു UDF കൺവീനറാക്കാൻ നിശ്ചയിച്ചിരുന്നത്. മുരളിയുടെ വളർച്ച തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചെന്നിത്തലയുടെ ഈ നീക്കത്തിലുള്ള തിരിച്ചടി കൂടിയാണ് മുരളിയെ എ ഗ്രൂപ്പിനൊപ്പം നിർത്തി ഉമ്മൻചാണ്ടി നൽകിയത്. മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കാൻ എ ഗ്രൂപ്പിൽ നിന്നും പരസ്യമായി ആരും വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെയും എ ഗ്രൂപ്പിന്റെയും സർവാധിപത്യഭാഗം ഉണ്ടാകുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് പരിഹാരമായില്ല. കാസർഗോഡ് DCCയുമായുള്ള പ്രശ്നത്തെ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചരണ പരിപാടികൾ നിർത്തിവച്ചു. തുടർന്ന് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് ഒത്തുതീർന്നു. എന്നാൽ DCC പ്രസിഡന്റ് ഹക്കീം കുന്നേലിനെതിരായ അതൃപ്തി ഉണ്ണിത്താൻ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. മുൻഗണനാ ലിസ്റ്റിൽ പോലും പേരില്ലാതിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയായി അടിച്ചേൽപ്പിച്ചതിനെ തുടർന്നും അഡ്വക്കേറ്റ് B സുബ്ബയ്യറയ്ക്ക് സീറ്റ് നിഷേധിച്ചതിലും പ്രതിഷേധിച്ച് കാസർഗോഡ് കോൺഗ്രസിൽ കലാപം കത്തിനിൽക്കെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഇടയ്ക്ക് പ്രചാരണം നിർത്തിവെച്ചത് UDFനെ പ്രതിസന്ധിയിലാക്കി. രാജ്മോഹൻ പിന്നീട് പ്രചാരണം പുനരാരംഭിച്ചെങ്കിലും കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിൽ ഭിന്നത ശക്തിയായി തുടരുകയാണ്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നേലിന്റെ പ്രവർത്തന ശൈലിയോട് യോജിക്കാനാകുന്നില്ലെന്ന് പറഞ്ഞാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിച്ചത്. DCC ഭാരവാഹികളിൽ ഒരു വിഭാഗം രാജ്മോഹൻ ഉണ്ണിത്താന്റെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നു. പിന്നീട് കോൺഗ്രസ് UDF നേതൃത്വം ഇടപെട്ടാണ് ഉണ്ണിത്താന്റെ പ്രതിഷേധം ശമിപ്പിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു. ഇവിടെ എങ്ങും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ചോ എന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായോ UDF കൺവീനറായോ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ UDF നേതാക്കന്മാരായോ ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ ഇല്ല. ഉച്ചയ്ക്ക് ശേഷം ഉണ്ണിത്താൻ പ്രചാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലായിരുന്നു പ്രചാരണ പരിപാടിക്ക് തുടക്കം. കാസർഗോഡ് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൾ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളെപ്പോലും മരവിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിൽ നിരാശരാണ് UDFന്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. സംഘടനാപരമായും രാഷ്ട്രീയമായും UDF തകർന്നെന്നും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കൂടി കോൺഗ്രസിലാകുന്നില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നടന്ന EMS അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യജനാധിപത്യ മുന്നണി തകർന്നിരിക്കുകയാണ്. സംഘടനാപരമായും രാഷ്ട്രീയമായും UDF തകർന്നിരിക്കുകയാണ്. ഇത്തരമൊരു മുന്നണിക്ക് എങ്ങനെ ജനങ്ങളെ നയിക്കാൻ സാധിക്കും? ഒരു പാർലമെന്റ് സീറ്റിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പോലും സാധിക്കാത്ത കോൺഗ്രസ് എങ്ങനെ ഇന്ത്യയെ നയിക്കും? വടകരയിൽ RMP കോൺഗ്രസിന് പിന്തുണ നൽകിയതിൽ പുതുമയില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP. രൂപീകരണ കാലം തൊട്ടേ RMP UDFനെ പിന്തുണയ്ക്കുന്നുണ്ട്. ലീഗ് SDPI ധാരണ നാടിനാപത്താണെന്നും എളമരം കരീം കോഴിക്കോട്ട് പറഞ്ഞു. സംഘപരിവാർ വെല്ലുവിളി ചെറുക്കുന്നതിലും വികസനം കൊണ്ടുവരുന്നതിലും കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ കോൺഗ്രസ് MPമാർ ഒന്നും ചെയ്തില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP പറഞ്ഞു. അതേസമയം വികസന പദ്ധതികൾ ഭാവനയോടെ ആസൂത്രണം ചെയ്യുന്നതിൽ മികവ് തെളിയിച്ചവരാണ് LDF സ്ഥാനാർത്ഥികളായ A പ്രദീപ് കുമാറും P ജയരാജനും. വടകരയിൽ RMP UDFനെ പിന്തുണക്കുന്നതിൽ പുതുമയില്ല. രൂപീകരണ കാലം മുതൽ RMP UDFനൊപ്പമായിരുന്നുവെന്നും എളമരം കരീം പറഞ്ഞു. RMP എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് UDFനെ പിന്തുണയ്ക്കാൻ പോകുന്നു, എന്തോ വലിയ സംഭവമാണെന്നുള്ള മട്ടിലാണ്. അവരെപ്പോഴാണ് UDFനെ പിന്തുണയ്ക്കാത്തത്? ഒഞ്ചിയം പഞ്ചായത്ത് ഭരണം UDFും RMP ഒന്നിച്ചല്ലേ? ചോറോഡിൽ അങ്ങനെ ആയിരുന്നില്ലേ? ആ മേഖലയിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർ ഒന്നിച്ചല്ലേ മത്സരിച്ചത്? ഏത് സന്ദർഭത്തിലും CPMനെ എതിർക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊരു അജണ്ട അവർക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും മുല്ലപ്പള്ളിയാണ് അവർ സഹായിച്ചത്. വടകരയിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വിഷയമേ അല്ല. അക്രമരാഷ്ട്രീയത്തെപ്പറ്റി മുരളീധരൻ പറഞ്ഞത് K സുധാകരനെ പറ്റിയാകും. അവിശുദ്ധ കൂട്ടുകെട്ടുകളെയൊക്കെ തകർത്ത് രണ്ടു മണ്ഡലങ്ങളിലും LDF വലിയ വിജയം നേടുമെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. P മോഹനൻ മാസ്റ്റർ, PM മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കേരള ചരിത്രത്തിലെ ചാന്നാർ ലഹള അടക്കമുള്ള പ്രക്ഷോഭങ്ങളെ പാഠഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയ NCERT നടപടിക്കെതിരെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി പ്രമേയം. നടപടി NCERT പിൻവലിക്കണമെന്നും സമിതി ജനറൽ കൺവീനർ പുന്നല ശ്രീകുമാർ. സമിതിയുടെ ജില്ലാതല ബഹുജന കൂട്ടായ്മകൾ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്താനും തീരുമാനിച്ചു. CBSE 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ നിന്നാണ് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം ഉൾപ്പെടുന്ന 70 പേജുകൾ SCERT ഒഴിവാക്കിയത്. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്ന ഘട്ടത്തിലാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി പ്രമേയം പാസാക്കിയത്. നടപടി NCERT പിൻവലിക്കണമെന്ന് സമിതി ജനറൽ കൺവീനർ പുന്നല ശ്രീകുമാർ ആവശ്യപ്പെട്ടു. അത് NCERTക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് സമിതിയുടെ ആശങ്കയും അഭിപ്രായവും അറിയിക്കാനും ആ പാഠഭാഗം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ സമിതിക്ക് പ്രത്യേക നിലപാട് ഉണ്ടാകില്ല. എന്നാൽ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ആശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പുന്നല പ്രതികരിച്ചു. സമിതിയെ സംബന്ധിച്ചൊരു സ്വതന്ത്ര സംവിധാനം എന്ന നിലയിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടുണ്ടാകില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പ്ലാറ്റ്ഫോം പങ്കുവയ്ക്കുന്ന സംഘടനകൾക്ക് സ്വന്തം നിലയിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാവും. അതിന്റെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നവോത്ഥാന മൂല്യങ്ങളുടെ പ്രചരണത്തിന്റെ ഭാഗമായി സമിതിയുടെ ജില്ലാതല ബഹുജന കൂട്ടായ്മകൾ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്താനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി P. രാജീവിന് വിജയാശംസകൾ നേർന്ന നടൻ മമ്മൂട്ടി. പ്രചാരണത്തിനിടെ മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് രാജീവിന് മമ്മൂട്ടി വിജയം ആശംസിച്ചത്. എല്ലാവരും വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു. പനമ്പള്ളി നഗറിലെ വീട്ടിലെത്തിയാണ് P. രാജീവ് മമ്മൂട്ടിയെ കണ്ടത്. തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടുകയായിരുന്നു ലക്ഷ്യം. ഇടത് സ്ഥാനാർത്ഥിയെ ഹൃദയവായ്പോടെ സ്വീകരിച്ചു മലയാളത്തിന്റെ മഹാനടൻ. രാജീവ് തന്റെ ഉറ്റ സുഹൃത്താണെന്ന് വിശേഷിപ്പിച്ച മമ്മൂട്ടി അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേർന്നു. രാജീവ് നമ്മുടെ അടുത്തുള്ള സുഹൃത്താണ്, അദ്ദേഹത്തിന് വിജയം ആശംസിക്കുന്നു. തനിക്ക് എല്ലാ കാലത്തും അകമഴിഞ്ഞ പിന്തുണ മമ്മൂട്ടി നൽകി വരുന്നതായും ഈ തെരഞ്ഞെടുപ്പിലും സഹായം പ്രതീക്ഷിക്കുന്നതായും P. രാജീവ്. ഇതിന് നേരത്തെ കനിവ് ഭവന പദ്ധതിയാകാം, മറ്റു പല പുതിയ രീതികളുള്ള ജനനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിലെല്ലാം തന്നെ മമ്മൂക്കയുടെ പിന്തുണ എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹായവും അതുപോലെ തന്നെ അനുഗ്രഹവും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നത്. 1 മണിക്കൂറിലധികം നീണ്ടു ഇരുവരുടെയും കൂടിക്കാഴ്ച. രാഷ്ട്രീയവും കാലാവസ്ഥയും ഒക്കെ ചർച്ച ചെയ്ത 1 മണിക്കൂർ. ഔഷധി ചെയർമാൻ KR വിശ്വംഭരനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിലെത്തുമ്പോൾ വയനാട്ടിൽ LDF പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക്. ലോക്കൽ തല കൺവെൻഷനുകൾ പൂർത്തിയാക്കി ബൂത്ത് തലത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് LDF. ഒട്ടുമിക്ക പ്രദേശങ്ങളും LDF സ്ഥാനാർത്ഥി P. സുനീർ സന്ദർശിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മണ്ഡലത്തിൽ പരിചിതനായ വ്യക്തി. 2 ആഴ്ച കൊണ്ട് മണ്ഡലത്തിൽ എവിടെയും സാന്നിധ്യം. LDF സ്ഥാനാർത്ഥി PP സുനീർ പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ്. UDF സ്ഥാനാർത്ഥിയെ ചൊല്ലി AI ഗ്രൂപ്പുകൾ തമ്മിൽ തെല്ലുമ്പോൾ മണ്ഡലത്തിലെ വികസനവും 10 വർഷത്തെ മുൻ MPയുടെ പരാജയവും തുറന്നുകാട്ടിയാണ് LDF പ്രചാരണം. നിയോജക മണ്ഡല കൺവെൻഷനുകളും പൂർത്തിയാക്കി ലോക്കൽ തല കൺവെൻഷനുകൾ LDF ആരംഭിച്ചു. UDFന്റെ ഒരു പൊതു മനോഭാവം, ഈ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് കോൺഗ്രസിന്റെ ദേശീയ വക്താക്കളായിട്ടുള്ള നേതാക്കളുടെ തന്നെ പ്രഖ്യാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങൾ ഇതിനോടൊക്കെ ക്രിയാത്മകമായി പ്രതികരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രതികരണം, ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ പ്രതികരണമാണ് ഈ മണ്ഡലത്തിലെമ്പാടും ഉയർന്നു വരുന്നത്. കാർഷിക പ്രശ്നങ്ങളിലും ടൂറിസം രംഗത്തെ പ്രശ്നങ്ങളും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ആദ്യഘട്ട മണ്ഡല പര്യടനം പൂർത്തിയാക്കിയപ്പോൾ LDF സ്ഥാനാർത്ഥി ഒട്ടുമിക്ക സ്ഥാപനങ്ങളും വോട്ടർമാരെയും സന്ദർശിച്ചു കഴിഞ്ഞു. പോസ്റ്റർ പ്രചാരണവും ചുവരെഴുത്തുമെല്ലാം ഗ്രാമങ്ങളിൽ വരെ സജീവമായി. മണ്ഡലം പിടിക്കാൻ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണെങ്ങും. ന്യൂസ് ബ്യൂറോ, വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൽ നീരസം പ്രകടിപ്പിച്ച് AP അബ്ദുള്ളക്കുട്ടി. മത്സരിക്കാൻ തയ്യാറായിക്കൊള്ളാൻ പല നേതാക്കളും തന്നോട് പറഞ്ഞിരുന്നുവെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. എന്തുകൊണ്ടാണ് തന്നെ ഒഴിവാക്കിയത് എന്നറിയില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതുകൊണ്ടുള്ള വിഷമം കാരണമാണ് ഫേസ്ബുക്കിൽ VM സുധീരനെ വിമർശിച്ച് പോസ്റ്റിട്ടതെന്നും അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു. ഞാൻ കോൺഗ്രസിൽ ഇപ്പോഴും 10 കൊല്ലമായിട്ട് 3 മെമ്പറാണ്. ഇപ്പോൾ അത് 5 ആയിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് കൂടിയിട്ടും എനിക്ക് വേറെ പോസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അതൊന്നും പ്രശ്നമല്ല. ഒരുപക്ഷെ ഞാനും വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ്, ഉണ്ടാവും. മത്സരിക്കാൻ റെഡി ആയിക്കോന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഇനി പറയേണ്ട കാര്യമില്ല. പറഞ്ഞ് പറ്റിച്ചുകൊണ്ടാണ് തോന്നുന്നത്.
EMS അക്കാദമിയിൽ സംഘടിപ്പിച്ച EMS ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 1957-ൽ EMSന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ സർക്കാരിന്റെ മാതൃകയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VS അച്യുതാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു. ആധുനിക കേരളത്തിന്റെ ശില്പി EMS നമ്പൂതിരിപ്പാട് വിട പറഞ്ഞിട്ട് ഇന്ന് 21 വർഷം. തിരുവനന്തപുരത്തെ EMS അക്കാദമിയിൽ സംഘടിപ്പിച്ച ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആധുനിക കേരളത്തിന്റെ നിർമ്മാണത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം, വിദ്യാഭ്യാസ പരിഷ്കരണം, നിയമനങ്ങളിലെ നിഷ്പക്ഷത എന്നിവയിലൂടെ EMS നൽകിയ സംഭാവന വളരെ വലുതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1957-ൽ അധികാരമേറ്റ EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മാതൃകയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കുന്നതെന്നും ലിംഗനീതി നടപ്പിലാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിനെ നശിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ജനങ്ങൾ കോൺഗ്രസ് മാത്രമുണ്ടായിരുന്ന ചില സംസ്ഥാനങ്ങളിൽ വർഗീയതയുടെ ഭാഗമായി മാറി. കാരണം കോൺഗ്രസിന്റെ അണികളെ വർഗീയതയ്ക്കെതിരായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്നില്ല. വർഗീയതയ്ക്കെതിരായി ഒന്നും കോൺഗ്രസ് അണികളോട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നില്ല. അതിൻ്റെ കെടുതിയാണ് RSS നേതൃത്വം കൊടുക്കുന്ന BJPക്ക് നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശക്തിയാർജിക്കാൻ കഴിയുന്നതിനിടയായി. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം 2-3 വാല്യങ്ങൾ മുഖ്യമന്ത്രി VSന് നൽകി പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലങ്കര സഭാ തർക്കം പരിഹരിക്കാനുള്ള സർക്കാർ മധ്യസ്ഥ ശ്രമങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന യാക്കോബായ സഭ. ചർച്ച ബഹിഷ്കരിക്കാനുള്ള ഓർത്തഡോക്സ് സഭയുടെ നിലപാട് നിർഭാഗ്യകരമെന്ന് സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് പറഞ്ഞു. മലങ്കര സഭാ സമിതിയുടെയുമായും മന്ത്രിസഭാ ഉപസമിതി ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സഭാതർക്കം രമ്യമായി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമം. ഉപസമിതി രാവിലെ വിളിച്ച ചർച്ച ഓർത്തഡോക്സ് സഭ ബഹിഷ്കരിച്ചിരുന്നു. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള വിശകലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മറുവിഭാഗം ഇതിൽ പങ്കെടുത്തിട്ട് അല്ലെങ്കിൽ അവർ ചർച്ചയ്ക്കായിട്ട് വരുന്നില്ല എന്ന് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടു. അത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്. സഭാ തർക്കം സംബന്ധിച്ച് നീതിപൂർവവും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുമുള്ളതായ ഒരു സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഈ സമാധാന ചർച്ചകളിൽ അതിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ശബരിമലയിൽ കുടുംബസമേതം ദർശനത്തിനെത്തിയ ചെന്നൈ സ്വദേശിനിയെ തടയുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 8 ശബരിമല കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ പമ്പ പോലീസ് കേസെടുത്തു. ചെന്നൈ സ്വദേശിനി വിജയലക്ഷ്മിയുടെ പരാതി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മറ്റൊരു കേസും കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വടകരയിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ RMP നേതാവ് KK രമയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPIMന്റെ പരാതി. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് പരാതി നൽകിയത്. പ്രസ്താവന വോട്ടർമാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമമാണെന്നും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും കോടിയേരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. കർഷകരുടെ വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച 2018 ഒക്ടോബറിലെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർഷകരുടെ വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാനായില്ലെന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണ്. 2018 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച മൊറട്ടോറിയം 2019 ഒക്ടോബർ 11 വരെ നിലനിൽക്കുന്നുണ്ടെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. ഈ സർക്കാർ ഉത്തരവിന് 2019 ഡിസംബർ 31 വരെ പ്രാബല്യം നൽകി മാർച്ച് 5 മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. മൊറട്ടോറിയം സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് വാണിജ്യ ബാങ്കുകളായതിനാൽ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി 6-ന് ബാങ്കുകളുമായി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് 16 നടന്ന സംസ്ഥാനതല ബാങ്ക് സമിതിയിൽ ബാങ്കുകളുമായി ധാരണയിലെത്തി. ഈ സാഹചര്യത്തിൽ കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും ചീഫ് സെക്രട്ടറി പ്രസ്താവനയിൽ അറിയിച്ചു.